വാലന്റൈൻസ് ഡേക്ക് എസ് ടി സിയുടെ മുമ്പിൽ കൂടി നടക്കുമ്പോൾ ഒരു കാലം അങ്ങോട്ട് വെക്കാൻ പോലും ഒരു ഭാഗ്യം ഉണ്ടായില്ല. ഇതിപ്പോൾ ഗസ്റ്റായിട്ട് ഇങ്ങോട്ട് ചെയ്തിട്ടുണ്ടാവും. സന്തോഷം. ഞാൻ എപ്പോഴും ഇവിടെ കൂടി പാസ് ചെയ്താലും എൻ്റെ അകത്തോട്ട് നോക്കി നിങ്ങളൊക്കെ ഓക്കെ ആണോ എന്നൊക്കെ ഉറപ്പുവരുത്തിയിട്ട് ഇവിടുന്ന് പോവാറ്. പണ്ട് ഇതിൻ്റെ വണ്ടി കൂടിയൊക്കെ ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ എപ്പോഴെങ്കിലും ഇവിടെ കയറണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇന്നത് സാധിച്ചു. സന്തോഷം. അതിന് സിനിമ സംവിധാനം ചെയ്യേണ്ട ഒരു ഭാഗ്യം ലഭിച്ചു. തീർച്ചയായിട്ടും എനിക്ക് കിട്ടിയ ഭാഗ്യങ്ങളിലൊന്നാണ് ഒരു സിനിമ സംവിധായകനാകുക. അത് ആഗ്രഹമായിരുന്നു. ദൈവം അനുഗ്രഹം കൊണ്ട് ഇന്ന് അത് സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ദൈവത്തിനും പ്രേക്ഷകർക്കും. പിന്നെ ഞങ്ങളുടെ വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന് പറയുന്ന സിനിമയിൽ വരുന്ന 23-ാം തീയതി വേൾഡ് വൈഡ് റിലീസ് ചെയ്യപ്പെടുകയാണ്. അതിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളുടെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു പുതിയ താരോദയം ആ സിനിമയിലുണ്ട്. മുബിൻ റാഫി, നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്റർ റാഫിക്കാരുടെ മകനാണ്. റാഫി മക്കാട്ടിൻ ആ ടീമിൻ്റെ റാഫി അദ്ദേഹത്തിൻ്റെ സൂപ്പർ ഹിറ്റ് സിനിമകളാണ് പഞ്ചാബി ഹൗസ്, തെങ്കാശി പട്ടണം, അങ്ങനെ തുടങ്ങിയ ഒത്തിരി സിനിമകൾക്ക് തിരക്കഥ എഴുതിയ റാഫി സാറിൻ്റെ സ്ക്രിപ്റ്റിലൊരു സിനിമ ചെയ്യുക എന്ന് പറയുന്നത് എൻ്റെ ഒരു സ്വപ്നമായിരുന്നു. അത് ഈ സിനിമയിലൂടെ സാക്ഷാത്കരിച്ചിരിക്കുകയാണ്. പിന്നെ നമ്മളുടെ എല്ലാം പ്രിയപ്പെട്ട അശോകൻ ചേട്ടൻ, ഹരിശ്രീ അശോകൻ ചേട്ടൻ്റെ മകൻ അർജുൻ അശോകൻ, പിന്നെ ശിവജിത്ത് തെലുങ്ക് സിനിമകളിലും കന്നഡ, തമിഴ് തുടങ്ങിയ സിനിമകളിലൊക്കെയാണ് കൂടുതൽ വില്ലനായിട്ട് തിളങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ നേരെ മലയാളിയാണ് കേട്ടോ, മലയാളിയാണ്. മലയാളം വേറെ കുഴപ്പമൊന്നുമില്ല, മലയാളിയാണ് അദ്ദേഹം. നമ്മൾ ഈ സിനിമയിൽ ഒരു ശക്തമായിട്ടുള്ള കഥാപാത്രം ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സിനിമ സംഭവിക്കാൻ കാരണക്കാരനായിട്ടുള്ള സൈലക്സ് അബ്രഹാം ഉണ്ട്. പിന്നെ ധന റാസിക്. ഞാൻ ഈ സിനിമയിൽ സംഗീത സംവിധായകർ, അതായത് ഹിഷാം അബ്ദുൽ വഹാബാണ് മ്യൂസിക് ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത്. അദ്ദേഹമാണ് അതിൻ്റെ പശ്ചാത്തല സംഗീതവും ഒരുക്കിയിരിക്കുന്നത്, റീ റെക്കോർഡിങ്. ഇതിനകത്ത് ഒരു പാട്ട് ഞാൻ മ്യൂസിക് ചെയ്തിട്ടുണ്ട്. അത് ഈ കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്തതാണ്. അതിൽ ഹരിശങ്കറും പിന്നെ ഒരു പുതിയ ഗായിക ധന റാസിക്, ഇവർ രണ്ടുപേരും ചേർന്നാണ് പാടിയത്. Our new hero, Mubin Rafi, to speak a few words on his experience regarding the movie and what he's expecting out of it. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് ഭയങ്കര ആത്മാർത്ഥത ഉള്ള കോളേജാണ്. കാരണം ഞാൻ എപ്പോഴും ഇവിടെ കൂടി പാസ് ചെയ്താലും എൻ്റെ അകത്തോട്ട് നോക്കി നിങ്ങളൊക്കെ ഓക്കെ ആണോ എന്നൊക്കെ ഉറപ്പുവരുത്തിയിട്ട് ഇവിടുന്ന് പോവാറ്. അപ്പോൾ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ ഗസ്റ്റായിട്ട് വന്നത് ഈ കോളേജിലായതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരുപാട് സന്തോഷവും ഐ ഫീൽ പ്രൗഡ്. പിന്നെ ഞങ്ങളുടെ സിനിമയുടെ പ്രൊമോഷൻസ് ഇന്നാണ് ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്നത്. അതും ഇവിടെ നിന്നായതിൽ ഒരുപാട് സന്തോഷം. പിന്നെ ഇത്രയൊക്കെ ഞാൻ പറഞ്ഞതുകൊണ്ട് നാശയൊക്കെ പറയണത് എല്ലാവരും കൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി ഞാൻ ആദ്യമായിട്ട് ചോദിക്കുന്ന ഒരു ഹെൽപ്പാണ്. 23rd സിനിമ റിലീസാവും. ഉറപ്പായിട്ടും നിങ്ങൾ പോയി പടം കാണണം. 23rd 24th 25th ഉണ്ടാകും മതി. കണ്ടിട്ട് ഡെഫിനറ്റ്ലി തിയേറ്ററിൻ്റെ അകത്തുനിന്ന് ഒരു ഫോട്ടോ, നിങ്ങളുടെ സെൽഫിയോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ക്രീനിൻ്റെ ഒരു ഫ്രെയിമോ ക്ലിക്ക് ചെയ്തിട്ട് ഞങ്ങൾക്ക് അയക്കണം. തീർച്ചയായിട്ടും ഞങ്ങൾ റിപ്ലൈ തരും. നിങ്ങളുടെ ആ ഒരു ഫീഡ്ബാക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വന്നതിലും നിങ്ങളെല്ലാവരും കണ്ടതിലും ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. ഹാപ്പി വാലന്റൈൻസ് ഡേ. അത് ഇത്രയും ഈ കോളേജിൽ വന്നിട്ട് വാലന്റൈൻസ് വിഷ് കൊടുത്തില്ലെങ്കിൽ മോശമല്ലേ, എല്ലാവരും എന്ത് വിചാരിക്കും. അപ്പോൾ വാലന്റൈൻസ് ഡേക്ക് തന്നെ എസ് ടി സിയിൽ വരാൻ പറ്റി. ഇത്രയും വർഷങ്ങളോളം വാലന്റൈൻസ് ഡേക്ക് എസ് ടി സിയുടെ മുമ്പിൽ കൂടി നടക്കുമ്പോൾ ഒരു കാലം അങ്ങോട്ട് വെക്കാൻ പോലും ഒരു ഭാഗ്യം ഉണ്ടായില്ല. ഇതിപ്പോൾ ഗസ്റ്റായിട്ട് ഇങ്ങോട്ട് ചെയ്തിട്ടുണ്ടാവും. സന്തോഷം. അപ്പോൾ ഈ വരുന്ന 23-ാം തീയതി ഞങ്ങളുടെ പടം റിലീസാകുകയാണ്. വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി. അപ്പോൾ മുബിൻ ലീഡായിട്ട്, ഞാൻ സെക്കൻഡ് ലീഡായിട്ടൊക്കെ വരുന്നുണ്ട്.
അപ്പോൾ നാദിഷിക്കയുടെ പടത്തിൽ വർക്ക് ചെയ്യാൻ പറ്റിയ വലിയ ഭാഗ്യം. കാരണം ചെറുപ്പം തൊട്ട് നമ്മൾ കണ്ടു വളർന്ന ഒരാളാണ് നാദിഷിക്ക. അച്ഛൻ്റെ വളരെയധികം അടുത്ത സുഹൃത്താണ്. ഇഷാം അബ്ദുൽ വഹാബ് ദർശന. നമസ്കാരം. ഇൻവൈറ്റ് ചെയ്ത് മോശം. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഈ പടം എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം, ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച്. ലവ് യു ഓൾ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. കുറച്ച് വൈകിയാണ് എത്തിയത്. ഒത്തിരി സന്തോഷം നാദിർഷാ ഖാൻ്റെ സിനിമ വൺസ് അപ്പോൺ എ ടൈം കൊച്ചിയിൽ ഭാഗമാകാൻ കഴിഞ്ഞാൽ, ഇതിന് മ്യൂസിക് ചെയ്യാൻ കഴിഞ്ഞാൽ അതിൽ ഏറ്റവും വലിയ സന്തോഷം അവസാനം സെൻറ്റ് തെരേസാസ് കോളേജിൻ്റെ അകത്ത് കയറി. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരും ഈ സിനിമ റിലീസാകുമ്പം വന്ന് കാണണം. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. താങ്ക് യു ഫോർ ഓൾ ദ സപ്പോർട്ട്. ഇന്ന് പിന്നെ വാലന്റൈൻസ് ഡേ ആണല്ലോ. നമ്മുടെ അർജുൻ സാറും ബുബിൻ സാറും വാലന്റൈനൊന്നും ഇല്ലാതെ ഇരിക്കുക. ഞങ്ങൾ സാറിനൊന്നും പേര് വിളിച്ചാൽ അർജുൻ മുബിൻ കേട്ടില്ലേ? അർജുൻ സാറിന് വിളിക്കേണ്ട, അർജുൻ മാത്രമേ വിളിച്ചാൽ മതി. സോ നമ്മളിപ്പോൾ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് തരുന്നത്. ആദ്യം വരുന്നത് 4-5 പേർക്ക് we can give you flowers, we can give them directly നേരിട്ട് വന്ന സ്റ്റേജിൽ വന്ന് കൊടുക്കാം. സോ ഓടി 4-5 പേര് ഓടി വന്ന് നേരെ വന്ന് കൊടുക്കാം. Happy Valentine's Day for Session, sir. My mind, I'm so crazy, baby, you're divine. Dreaming, scheming, need you by my side. Every waking moment of my life, you got what I need. I'm thinking that there's no cool in this heat. Can't explain it, oh, good love, it just feels right. Oh, baby, maybe you know what I mean. Yeah, yeah. You made me lose my mind. I'm so crazy, baby, you're divine. Dreaming, scheming, need you by my side. Every waking moment. അപ്പം ഈ വരുന്ന 23-ാം തീയതി ഞങ്ങളുടെ പടം റിലീസാണ്. വൺസ് അപ്പോൺ എ ടൈം ഇൻ ഹോളിവുഡ്, വൺസ് അപ്പോൺ എ ടൈം ഇൻ അമേരിക്ക, വൺസ് അപ്പോൺ എ ടൈം ഇൻ ബ്രൂക്ലിൻ, വൺസ് അപ്പോൺ എ ടൈം ഇൻ മെക്സിക്കോ, വൺസ് അപ്പോൺ എ ടൈം ഇൻ ഇന്ത്യ, വൺസ് അപ്പോൺ എ ടൈം ഇൻ മുംബൈ. അങ്ങനെ വൺസ് അപ്പോൺ എ ടൈം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരുപാട് മൂവീസ് ഇറങ്ങിയിരുന്നു, മോർ ദാൻ 30 മൂവീസ്. അതുപോലെ തന്നെ നൗ വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി 23-ാം തീയതി. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് വാച്ച് ചെയ്യണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. സന്തോഷം, നിങ്ങളെല്ലാവരും കാണാൻ കഴിഞ്ഞതിൽ സന്തോഷം. താങ്ക് യു സോ മച്ച്. ഹായ് എവരിബഡി, മൈ നെയിം ഇസ് ദാന റാസിക്. അപ്പോൾ ഞാൻ ചെറുതായിട്ട് നിങ്ങളുടെ ഒരു നെയ്ബറായിട്ട് വരും. ഞാനൊരു എക്സ് മഹാരാജാസ് സ്റ്റുഡൻ്റാണ്. ആൻഡ് എൻ്റെ ആദ്യത്തെ റിലീസാവുന്ന ഒരു മൂവിയാണ് വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി. അതും നാദിർഷാ സാറിൻ്റെ ഒരു പടത്തിൽ പാടാനും സാർ തന്നെ കമ്പോസ് ചെയ്ത ഒരു സോങ് പാടാനും പ്രത്യേകിച്ച് ഹരിശങ്കർ സാറോട് പാടാൻ പറ്റിയതിൽ എനിക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് കിട്ടിയത്. അപ്പം സത്യം പറഞ്ഞാൽ സാർ ഇതിനെ വിളിക്കുമ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ഞാൻ തന്നെ ഇത് പാടും എന്നുള്ളത്. സ്റ്റുഡിയോയിലെത്തി സാർ ഭയങ്കര കോപ്പറേറ്റീവായിട്ടൊക്കെ ചെയ്തപ്പോൾ ഭയങ്കര കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്തു. മൊത്തത്തിലുള്ള എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. സോ താങ്ക് യു സോ മച്ച് നാദിർഷാ സാർ ആൻഡ് ദ ഹോൾ ടീം. സോ താങ്ക് യു. നിങ്ങൾ നമ്മുടെ പടം ഫെബ്രുവരി 23-നാണ് ഇറങ്ങുന്നത്. ഇപ്പോൾ അത് വേൾഡ് വൈഡ് റിലീസാണ്. നിങ്ങളും ഇവിടെ ഇല്ലാത്ത നിങ്ങളുടെ പേരൻസും ഫാമിലി മെമ്പേഴ്സും ഫ്രണ്ട്സിനോടും എല്ലാവരോടും പല ഭാഗങ്ങളിൽ നിന്നായി കാണാൻ എന്തായാലും പറയണം. താങ്ക് യു. അപ്പോൾ മാനേജ്മെൻറ്റ് ഫെസ്റ്റിവൽ നടത്തുന്ന മാനേജ്മെൻറ്റ് ഫെസ്റ്റിവൽ ഓൾ ദ വെരി ബെസ്റ്റ് വിഷസ്. അപ്പോൾ എല്ലാവരും മറക്കണ്ട, ഫെബ്രുവരി 23-നാണ് വൺസ് അപ്പോൺ എ ടൈം കൊച്ചി റിലീസാവുക. എല്ലാവരും ഇഷ്ടപ്പെടുന്നു, 100% വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും പടം കണ്ടിട്ട് ഞങ്ങളെല്ലാവരും റിവ്യൂ അറിയിക്കുക. പിന്നീട് അങ്ങോട്ട് പോകുന്ന പടങ്ങളിലെ തെറ്റുകൾ തിരുത്താൻ നല്ലതാണെങ്കിൽ ഇനിയും ശരിയാക്കാം. താങ്ക് യു സോ മച്ച്. അപ്പോൾ